ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലായിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ ശരീരാവശിഷ്ടം കണ്ടെത്തിയതിൽ അന്വേഷണം ഊർജിതം. ഫോറൻസിക് പരിശോധന നടത്തും. കണ്ടെത്തിയ അവശിഷ്ടം കാണാതായ ബിന്ദുവിന്റേതെന്നും സംശയം. വിവരങ്ങളുമായി ഷാജഹാനുണ്ട്. ഷാജഹാനി, ഫോറൻസിക് സംഘം അവിടെ എത്തി. ഇപ്പോൾ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ്? കോട്ടയം ഡിവൈഎസ്പി, കോട്ടയം എസ്.പിയുടെ ക്രൈംബ്രാഞ്ച് എസ്.പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ്. ഇതിന് പ്രധാന കാരണം 2 സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട്. ഒന്ന് ബിന്ദു പത്മനാഭനും അതോടൊപ്പം തന്നെ ജയനമ്മ എന്നീ 2 സ്ത്രീകളാണ് കാണാതായത്. ഈ 2 പേരും കണക്ട് ചെയ്തിരിക്കുന്നത് സെബാസ്റ്റ്യനുമായിട്ടാണ്. കാര്യം ഈ ഫോണുകൾ പിന്നീട് ഉപയോഗിച്ചിട്ടുള്ളത് സെബാസ്റ്റ്യനാണ്. ഇങ്ങനെ 2 പേരെയും കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിനിടയിലാണ്, ചോദ്യം ചെയ്യലിനും ഇടയിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹം ജയനമ്മയുടെ തന്നെ എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ചേർത്തല സ്വദേശി ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെയും കാണാതായിട്ടുണ്ട്. ഈ സ്ത്രീയുടെയും കാണാതായതിനു ശേഷം അതിന് പിന്നിലും സെബാസ്റ്റ്യനാണ് എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന, കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്നും ഒരു മനുഷ്യന്റേതെന്ന് പറയുന്ന ശരീരാവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജയനമ്മയുടേതാണ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. ഇനിയിപ്പോൾ DNA പരിശോധന അടക്കം നടത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. പക്ഷേ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും ബ്ലഡും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ, രക്തക്കറകളൊക്കെ തന്നെ തെളിവുകളായിട്ട് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. സെബാസ്റ്റ്യൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ഇനിയിപ്പോൾ ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ കൂടിയുണ്ട്. അയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഏതാണ്ട് 57-60 വയസ്സ് പ്രായമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സെബാസ്റ്റ്യന് ഏതാണ്ട് ഒരു 2006 ഈ ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. കഴിഞ്ഞ വർഷമാണ് ജയമ്മയെ കാണാതാകുന്നത്. ഇങ്ങനെ 2 പേരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും ക്രൈംബ്രാഞ്ച് നടത്തി വരികയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടമെന്ന് കാണുന്ന ചില വസ്തുക്കൾ കണ്ടെത്തിയത്. ഇതിന്റെ പരിശോധനകൾ നടത്തുന്നതിനായിട്ട് ഫോറൻസിക്കിന് കൈമാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ DNA ടെസ്റ്റുകൾ അടക്കം നടത്തിയാൽ മാത്രമേ ഇതാരുടെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ.